IT പാഠപുസ്തകം മാറുന്നതിൻ്റെ ഭാഗമായി കൈറ്റിൻ്റെ OS പുതുതാക്കി മാറ്റേണ്ടതുണ്ട്. 22.04 എന്ന ഒരു OS ആണ് ഈ വർഷം മുതൽ ഉപയോഗിക്കേണ്ടത്. ഈ OS ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാവും. ലഭ്യമായിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയാണ് കാണുന്നത്. നമുക്കിതിലെ 4 ഫയലുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഇൻസ്റ്റലേഷൻ ഹെൽപ്സ്, അതുപോലെ കൈറ്റിൻ്റെ OS 22.4 എന്നുള്ള OSൻ്റെ ഫയല്, അതുപോലെ അതിൻ്റെ ഒരു വാല്യൂ കാണിക്കുന്ന ഒരു ടെക്സ്റ്റ് ഫയല്, പിന്നെ ഈ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് സം ഫയൽ. ഇപ്പോൾ ഇത്തരത്തിലുള്ള 4 ഫയലുകളാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇത് 4ഉം ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാം, അല്ല എങ്കിൽ ഓരോന്നോരോന്നായി ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കാം 4 ഫയലുകളുണ്ട്. ഇതിൽ ഒരു ഫയല് കംപ്രസ്ഡ് ഫയലാണ്. അതിനെ നമുക്കൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് നൽകിയാൽ അതിൻ്റെ ഒരു ഫോൾഡർ നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫയലുണ്ട്. മറ്റൊന്ന് ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ വരുന്ന ഒരു വിൻഡോയിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു ചിത്രം ഉള്ള ഒരു ഫയലാണ്. മറ്റൊന്നാണ് ലോഗിൻ ചെയ്യുന്ന സ്ക്രീനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫയലാണ്. മറ്റൊന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഉബുണ്ടു അലോങ് സൈഡ് എന്നൊരു ഓപ്ഷൻ ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ഒരു പാർട്ടീഷനിങ് അടങ്ങിയിട്ടുള്ള അതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു PDF ആണ്. മറ്റൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് അതിൻ്റെ ISO ഫയൽ. ഇതാണ് OS അടങ്ങിയിട്ടുള്ള 7.7 GB ഉള്ള ഒരു ഫയലാണ്. മറ്റൊന്ന് ഒരു ടെക്സ്റ്റ് ഫയലാണ്. അതിൽ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ പൂർത്തിയായോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു വാല്യൂ അടങ്ങിയിട്ടുള്ള ഒരു ഫയലാണ്. മറ്റൊന്ന് ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെക്ക് സം ഫയലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും പ്രയാസം നേരിട്ടേക്കാം. അത് പരിശോധിക്കുന്നതിനുള്ള ഒരു ഫയലാണ്. അപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ ശരിയായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫയലിൻ്റെ പേര് നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. ഇങ്ങനെ കോപ്പി ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മുഴുവനായും ഒന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ മുഴുവനായും സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് കോപ്പി എടുക്കാം. ഇപ്പോൾ ആ ഒരു ISO ഫയലിൻ്റെ പേര് കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ യൂസ് ചെക്ക് സം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനത്തെ വരിയിൽ ഫയൽ നെയിം .ISO എന്ന് പറയുന്നൊരു വരി കാണാം. അതിൽ ഫയൽ നെയിമിൻ്റെ ഭാഗത്തേക്കാണ് നമുക്കത് മാറ്റേണ്ടത്. അപ്പോൾ ഈ അവസാനത്തെ ഇതെല്ലാം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അവസാനത്തെ ഭാഗം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ഒരു കമാൻഡ് കാണാം. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ISO ഫയലിൻ്റെ പേരും നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വരിയാണ് കോപ്പി ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ വരി നമ്മൾ കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഡൗൺലോഡ്സിനുള്ളിലാണ് ഇപ്പോൾ ISO ഫയലുള്ളത്. ഈ ഫയൽ നിൽക്കുന്ന ഈ ഒരു ഫോൾഡറിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ഇൻ ടെർമിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്തെടുത്ത ആ ഒരു കമാൻഡ് നമ്മളിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വാല്യൂ വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ വാല്യൂയെ നമുക്കൊന്ന് കോപ്പി ചെയ്തൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് കോപ്പി ചെയ്യാം. എഡിറ്റ്, കോപ്പി എടുക്കുന്നു. ഇതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കൈറ്റ് GNU Linux 22.4.5 എന്ന ആ ഒരു ടെക്സ്റ്റ് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിലും ഈ ഒരു വാല്യൂ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വാല്യൂ തന്നെയാണോ ടെർമിനലിലൂടെ ലഭിച്ചത് എന്നതാണ് പരിശോധിക്കേണ്ടത്. അതൊന്ന് കമ്പയർ ചെയ്യാനൊരു എളുപ്പവഴിക്ക് വേണ്ടി ഈ ഒരു 0 എന്ന ഭാഗത്ത് കഴ്സർ കൊണ്ടുവന്നതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് തൊട്ടടുത്ത വരിയിൽ തന്നെ
നമ്മൾ ഓൾറെഡി ടെർമിനലിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കോപ്പി ചെയ്ത വാല്യൂ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ വാല്യൂ എല്ലാം സെയിം തന്നെയാണ്. ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒക്കെ ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ മതിയാവും. ഇതിപ്പോൾ രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഫയൽ ഡൗൺലോഡ് ചെയ്തത് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്.